കടവല്ലൂർ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തോട്ടിൽ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചതോടെ കടവല്ലൂർ കൊള്ളഞ്ചേരി തോട്ടിലെ വെള്ളം താഴ്ന്നു. ജലസേചന മാർഗം തടസ്സപ്പെട്ടതോടെ അടിമനത്താഴം, കൊള്ളഞ്ചേരി എന്നീ പാടശേഖരങ്ങളിലെ 100ഓളം ഏക്കർ നെൽകൃഷി ഉണക്ക് ഭീഷണിയിലായി. തണുത്തറ തോട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം തടഞ്ഞു നിർത്തി ഒറ്റപ്പിലാവിലെയും ചാലിശ്ശേരിയിലെയും കൃഷിക്ക് ഉപയോഗിക്കാനാണ് മുട്ടിപ്പാലം തോട്ടിൽ ബണ്ട് നിർമ്മിച്ചത്. ഇവിടെയുണ്ടായിരുന്ന തടയണയും പാലവും പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയിരുന്നു. 2 കോടി രൂപയുടെ മുട്ടിപ്പാലം പദ്ധതിക്ക് തുടക്കമിട്ടെങ്കിലും പണി പാതി വഴിയിൽ നിർത്തി. തടയണ ഇല്ലാതായതോടെ മുട്ടിപ്പാലം തോട്ടിൽ വെള്ളം ശേഖരിക്കാൻ സാധിക്കാതെയായി. ഇതോടെ ആ ഭാഗത്തെ നെൽകൃഷിക്ക് ഉണക്ക് ബാധിച്ചു. തുടർന്നാണ് താൽക്കാലിക ബണ്ട് സ്ഥാപിച്ചത്. അതിനുശേഷം തോടിന്റെ ഒരു വശത്ത് വെള്ളം തിങ്ങി നിറഞ്ഞിരുന്നു. തുടർന്ന് ബണ്ട് തകരാതിരിക്കാൻ കൂടുതൽ ഉയർത്തി. തോട്ടിലെ വെള്ളം പൂർണ്ണമായി തടഞ്ഞത് തണുത്തറ തോട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ആശ്രയിക്കുന്ന മറ്റു പാടശേഖരങ്ങൾക്ക് തിരിച്ചടിയായി. അടിമനത്താഴത്തെയും കൊള്ളഞ്ചേരിയിലെയും നെൽച്ചെടികൾ കതിരിടുന്ന സമയമായതിനാൽ ഇപ്പോൾ സമൃദ്ധമായി വെള്ളം എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ തോട്ടിലെ വെള്ളം താഴ്ന്നതോടെ കണ്ടങ്ങളിലേക്കുള്ള ഒഴുക്കു നിലച്ചു. 2-3 ദിവസം കൂടി ഈ അവസ്ഥ തുടർന്നാൽ നെൽച്ചെടികൾ ഉണങ്ങി നശിക്കുമെന്നാണ് ആശങ്ക. ബണ്ട് ഭാഗികമായി തുറന്ന് മറ്റു പാടശേഖരങ്ങളിലേക്ക് ആവശ്യത്തിന് വെള്ളമെത്തിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം.